ഞങ്ങളങ്ങനെ ഇത് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫോർക്ക് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് ഇത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഫോർക്ക് ഓയിൽ സീലെല്ലാം മാറ്റണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്യണം. മാത്രമല്ല കോൺസെപ്റ്റും ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് കാലിപ്പർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഓയിൽ ലീക്കായിട്ട് ഇതിനകത്ത് ഫുള്ള് നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് ഇതിലിപ്പോൾ നിലവിൽ ബ്രേക്ക് പാഡ് ഇതാ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. പക്ഷേ ഇൻ കേസ് ഇതിൽ ബ്രേക്ക് പാഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിൽ നല്ല രീതിയിൽ ആ ഓയിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട് പാഡ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഈ ഒരു ബ്രേക്ക് പാഡ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും ശരിയാവില്ല. ആ ഓയിൽ കണ്ടന്റ് കാരണം ബ്രേക്കിംഗ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിലെന്തായാലും ബ്രേക്ക് പാഡ് മാറണം. മാത്രമല്ല ഈ ഒരു കാലിപ്പർ കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കും. പിന്നെ ഈ ഒരു പൈപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ അത്യാവശ്യം സ്കോറിംഗ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പോളിഷ് ചെയ്ത് ഇടാൻ നോക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാം. അതല്ല പോളിഷ് ചെയ്തിട്ടും ശരിയാവില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൈപ്പ് മാറേണ്ടി വരും. നല്ല കോസ്റ്റ് ആണത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ടീ സ്റ്റം വിളക്കിയപ്പോഴത്തേക്കും ബെയറിംഗ് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം റസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് റീപ്ലേസ് ചെയ്തിടാം. ഇതാണ് കേട്ടോ ആ ഫുൾ ലീക്കായ ഫോർക്ക്. അപ്പോൾ ഇത് ഡിസ്മാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് കംപ്ലീറ്റ് കണ്ടാൽ അറിയാം സ്ലൈസ് ഫോർമേഷൻ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് പ്രഷർ വാഷിൽ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഡിസ്മാൻഡ് ചെയ്യാം. ഇതൊക്കെയാണ് ആൾക്കാർക്ക് ആവശ്യം. ഫോർക്ക് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്ക്രാച്ച് ഒന്നും ആവില്ല.